അപ്പോൾ തൊഴിലാ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന 3-ാം തീയതി ഫെബ്രുവരി 3-ാം തീയതി നമ്മളെ സ്കൂൾ അതായത് പിന്നെ ചേറൂർ സ്കൂളിൽ ഒരു അടാറ് അത് എന്താ പറയുക ഒരു വമ്പം ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടത്തുന്നുണ്ട്. അതായത് ഇവിടുത്തെ കുട്ടികളെല്ലാവരും ഒരുപാട് വെറൈറ്റി ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവർ ഇവിടെ ഇത് സെയിൽ ചെയ്യണം. അപ്പോൾ അത് വാങ്ങാൻ നിങ്ങളെല്ലാവരും വരണം. കാരണം ആ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഈ സ്കൂളിലുള്ള അല്ലേ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാനാണ്. വീടില്ലാത്ത വളരെ പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടുന്ന് വാങ്ങി കഴിച്ചാൽ ആ ഫണ്ട് ഇവിടെ കിട്ടും ചെയ്യും, നിങ്ങളെ വയറും നിറയും, നിങ്ങൾ ഹാപ്പി ആവും. അത് മാത്രമല്ല അന്നിവിടെ ഒരു എന്താണ് ഫംഗ്ഷൻ, അതായത് ഒരു ഗെറ്റ് ടുഗദർ 40-ാം വാർഷികം ഒക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മാഷ്മാർ ഓരോരുത്തരായിട്ട് പറയും. എച്ച്എമ്മിനെ പറഞ്ഞോട്ടെ ആദ്യമല്ലേ എന്താണ് സംഭവം എന്നുള്ളത് ഒരു ഒറ്റവാക്കിൽ പെട്ടെന്ന് അത് പറഞ്ഞു തീർത്താൽ. നമ്മുടെ വിദ്യാലയത്തിൽ 3600 കുട്ടികളാണ് പഠിക്കുന്നത്. ഈ 3600 കുട്ടികളെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ആണ്. അവർ വീട്ടിൽ നിന്ന് ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യാണ്. ആ സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മളൊരു കുട്ടിക്ക്, നിർധനനായിട്ടുള്ള ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതിൽ പഠനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിലും കൂടി കുട്ടികളെ സജ്ജരാക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം നിറവേറാന്നുള്ളതും കൂടി, അതോടൊപ്പം തന്നെ കുട്ടികളെ സാമൂഹ്യവൽക്കരണ രംഗത്ത് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിന് പിന്നിലുള്ളിൽ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ 983 തുടങ്ങിയ ശേഷം ഒരു 3 വീടുകൾ ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തു. 4ാമത്തെ ഒരു വീടും കൂടി കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഫുഡ് ഫെസ്റ്റ് 100% വിജയമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.